സാധിച്ചു മുത്തശ്ശ. ആ വിശാൽ സാറിന് ആപത്തൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് മണിയടിച്ചപ്പോഴേ മണി 3 വട്ടം മുഴങ്ങുകയും ചെയ്തു. ഓ മണി 3 വട്ടം മുഴങ്ങിയാലേ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നാ വിശ്വാസം. ഓ അങ്ങനെയാണോ? അതെ മുത്തശ്ശ. അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാ. എന്റെ ഭർത്താവിന് ഞാൻ കാരണം ഒരാപത്തും വരാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. അതിനുവേണ്ടി ഞാൻ എന്ത് നേർച്ചയും ചെയ്യും. മോള് കാരണം വിശാലിന് ആപത്ത് വരാനോ? എന്താപത്ത്? വിശാലിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആളല്ലേ പാർവതി. അങ്ങനെയുള്ള ഒരാള് കാരണം എന്താപത്താ വരാനുള്ളത്? ഒന്നും ഉണ്ടാവില്ല. നിന്റെ നെറ്റിയിലെ ഈ സീമന്തരേഖയിലെ കുങ്കുമം മായാതിരിക്കാൻ നീ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നത്? നീ വിധവയാകും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. അല്ല, മോളെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മുത്തശ്ശ. എന്തു തന്നെയായാലും ഈശ്വരന്മാരും മാത്രം എനിക്ക് അഭയം. ഉദയന്നൂരമ്മയെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് ഉദയന്നൂരമ്മ കാക്കൂന്ന് തന്നെ എന്റെ വിശ്വാസം. അല്ല മോളെ, ഇതെന്താ കയ്യില്? ഞാനിത് മുത്തശ്ശനെ കാണിക്കാനാ കൊണ്ടുവന്നത്. ദേ ഇത് നോക്കിയേ. മുത്തശ്ശ എങ്ങനെയുണ്ട്? ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഞാനും വിശാൽ സാറും കൂടി അന്ന് പുറത്തു പോയില്ലേ, ഒരു കാട്ടുപ്രദേശത്തേക്ക്. അവിടുത്തെ ആ കാട്ടിൽ വെച്ച് ഒരു പാമ്പിൻ പുറ്റിൽ നിന്നാ എനിക്കിത് കിട്ടിയത്. അങ്ങനെ ആ നാഗരാജാവാ ശരിക്കും എനിക്കിത് നൽകിയത്. പക്ഷേ ഇതെന്തിനാണ് എനിക്ക് നൽകിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ, നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ തെളിവാ. നാഗരാജാവ് ഒരു വലിയ വഴിയാ നിനക്ക് മുന്നിൽ തെളിച്ചിരിക്കുന്നത്. ഈ കൊലുസ് ഇതാരുടേതാണെന്ന് മോൾക്കറിയോ? ഇത് മോളുടെ അമ്മായിയമ്മ ഗായത്രി ദേവിയുടെ കൊലുസാ. ഇതൊരിക്കലും മോശപ്പെട്ട ആളുകളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. ഗായത്രിയമ്മ തന്നെയാ ഈ ചാവി കൊലുസിൽ കോർത്ത് വലിച്ചെറിഞ്ഞത്. ഈ ചാവി ആ ബോക്സിന്റേതാ. ഈ ചാവി ഉപയോഗിച്ച് നിനക്കത് തുറക്കാനാവും. ഇപ്പോഴാ ജയയുടെ ആത്മാവ് എന്തിനാ എന്നെ ആ പാമ്പിൻ പുറ്റിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ജയയുടെ ആത്മാവ് അവിടെ വന്നിരുന്നോ? വന്നിരുന്നു മുത്തശ്ശ. ജയ കാരണോ എനിക്കിത് കിട്ടിയത്. മോളെ, നീ എങ്ങനെയെങ്കിലും വിശാലിനോട് പറഞ്ഞ് ആ പെട്ടി തുറക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞതാണെന്ന് പറയണ്ട. അതെന്താ പറഞ്ഞാല്? വേണ്ട, ഞാനാ ഇത് പറഞ്ഞെന്ന് വിശാൽ അറിഞ്ഞ വിശാലിന് ആവശ്യമില്ലാത്ത സംശയം വരും. അല്ല മുത്തശ്ശ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന് മുത്തശ്ശൻ അറിയായിരിക്കുമല്ലോ. എന്താ അതിന്റെ ഉള്ളില്? ഗായത്രി അമ്മയുടെ ആത്മാവാ ഇതിന്റെ ഉള്ളിൽ. ആ പെട്ടിയിൽ എന്താന്ന് വിശാൽ സാറിന് ഊഹിക്കാമോ? ഊഹമല്ല, എനിക്ക് നന്നായിട്ടറിയാം ഇതിലെന്തായിരിക്കുമെന്ന്. എന്താ ഇതിലുള്ളത്? ജീവൻ, എന്റെ അമ്മയുടെ ജീവൻ. അപ്പോ
അതിനുള്ളില് അമ്മയുടെ ആത്മാവാണെന്ന് ഉറപ്പായി. അപ്പോ ദാ ഈ താക്കോലും കൊണ്ട് ആ പെട്ടി തുറക്കല്ലേ? ആ മതി, എനിക്ക് ഇത്ര അറിഞ്ഞാ മതി. ഇപ്പൊ എങ്ങനെയുണ്ട് ജാസ്മിൻ? നിന്റെ വേദനയൊക്കെ മാറിയോ? എല്ലാം ആന്റി ഒരാള് കാരണം ഉണ്ടായതാ. ആന്റി എന്തിനാ മണിയടിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചത്? ആന്റിയുടെ വാക്ക് കേട്ട് മണിയടിച്ചതുകൊണ്ടല്ലേ എനിക്ക് ഷോക്ക് അടിച്ചത്. എന്റെ ജാസ്മിൻ, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. നീ ആ മണിയിൽ കറണ്ട് കൊടുത്തിട്ടും പാർവതി അടിച്ചപ്പോ അവൾക്കൊന്നും സംഭവിച്ചില്ല. അപ്പൊ എന്താ കരുതണ്ടേ? മണിയിൽ കറണ്ട് ഇല്ലാന്നല്ലേ? അതുകൊണ്ടാ ഞാൻ നിന്നെ മണിയടിക്കാൻ വേണ്ടി നിർബന്ധിച്ചത്. ഏതായാലും ചാവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യായി. പക്ഷെ ഷോക്കേറ്റെങ്കിലും എന്താ? പാർവതിയേക്കാൾ കൂടുതൽ തവണ മണിയടിച്ചത് നീയല്ലേ? അതുകൊണ്ട് തീർച്ചയായും നീ മനസ്സിൽ വിചാരിച്ചത് നടക്കും. നീ നോക്കിക്കോ ജാസ്മിൻ, നിന്റെ നേർച്ച ഫലിക്കും. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ വിശാല് നിന്റെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കേ, സമാധാനിക്കേ. ഞാൻ എങ്ങനെ സമാധാനിക്കും? പാർവതിയെ വകവരുത്താതെ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. അവള് ജീവിച്ചിരുന്ന വിശാൽ ഒരിക്കലും എന്നെ വിവാഹം കഴിക്കില്ല. വിശാലിനോടൊപ്പമുള്ള എന്റെ ജീവിതം വെറും സ്വപ്നമായിട്ട് മാത്രം മാറും. അവളെ കൊല്ലണം. പക്ഷെ അവളെ കൊല്ലാൻ വേണ്ടി എന്ത് പദ്ധതികൾ ഒരുക്കിയാലും തിരിച്ചടികൾ മാത്രമാണല്ലോ കിട്ടുന്നത്. അവിടെയാ ഞാൻ തകർന്നു പോകുന്നത്. ഒരു കാര്യം ചെയ്യ് ജാസ്മിൻ, ഇനി പാർവതിയെ കൊല്ലാനുള്ള പ്ലാൻ ഒരുക്കുമ്പോ അതാദ്യം വർക്കൗട്ട് ആവുമോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്യാം, ആന്റിയെ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാം. എന്താ ആന്റി തയ്യാറാണോ? എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് എന്നെ കളിയാക്കാനായിട്ട് ഓരോ ഐഡിയയും കൊണ്ട് വരുന്നത്. ദേ ആന്റി, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടുന്ന് പോയേ. പോവാൻ വിശാൽ സർ. ആ പാർവതി. വിശാൽ സർ, ഞാനൊരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. എന്ത് സന്തോഷ വാർത്ത? അല്ല, ഇതെന്താ ഈ മാജിക് ബോക്സുമായിട്ട്? സർ, ദേ ഈ പെട്ടി തുറക്കാനുള്ള താക്കോല് കിട്ടി. ദേ ഈ കുരിശിൽ കോർത്തിരിക്കുന്ന താക്കോലുണ്ടില്ലേ, ഇതുകൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റും. സത്യമാണോ നീ പറയുന്നത്? ഞാൻ എന്തിനാ വിശാൽ സാറിനോട് കള്ളം പറയുന്നത്? ഈ ചാവി കൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ അത് എങ്ങനെ മനസ്സിലാക്കി? അതാ ശേ. നീ ഇപ്പൊ എന്താ പറയാൻ വന്നേ? അത് ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാ. ഈ കീ ഉപയോഗിച്ച് ഈ പെട്ടി തുറക്കാന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതറിയാം, എന്റെ മനസ്സില് അങ്ങനെ ഒരു തോന്നല്. അതിരിക്കട്ടെ, ദേ ഈ കൊലുസ് ആരുടേതാണെന്ന് അറിയോ? നോക്കട്ടെ. അറിയാം. ഇതെന്റെ അമ്മയുടെ. ഞാൻ കാണിച്ചു തരാം.
ഫോട്ടോ കണ്ടില്ലേ? അമ്മ അണിഞ്ഞിരിക്കുന്ന അതേ കൊലുസ് തന്നെ ഇതും. പക്ഷേ ഈ കൊലുസ് എങ്ങനെയാ കാട്ടിലെ പുറ്റിലെത്തി? അതറിയില്ല. ചിലപ്പോ അമ്മയെ കൊന്നതിന് ശേഷം അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ആ ശേഖരൻ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അവനെ എന്റെ കൈ കിട്ടും. വെച്ചേക്കില്ല ഞാൻ അവനെ. കൊന്നോളി. എന്തിനാ അയാളെ കൊല്ലുന്നത്? പാർവതി, നീ എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ അമ്മയെ കൊന്നവരെ ഞാൻ പോയിട്ട് പൂജിക്കണോ? അല്ല വിശാൽ സർ, അയാളെ കൊന്ന സാറിന് ജയിലിൽ പോയിട്ട് വരില്ലേ? പിന്നെ എനിക്ക് ആരാ ഉള്ളത്? സാറ് സമാധാനപ്പെടും. എന്നിട്ടിതാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സർ, നാളെ പുലരും വരെ ഈ പെട്ടി സാറിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. അമ്മയെ ചതിച്ചതാ. അമ്മയെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കിയ പ്രഭാവതിക്കുള്ള ശിക്ഷ അമ്മയുടെ മകൻ തന്നെ കൊടുക്കും. ദുഷ്ടതയുടെ ആൾരൂപമായ പ്രഭാവതിയെ വിശാൽ തന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതിനു വഴിയൊരുക്കുന്ന ഒരു വാർത്ത ഇനി വരുന്ന 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ വിളിച്ച് പറയും. അത് കേട്ട് സകലരും ഞെട്ടും. പ്രഭാവതിയും പ്രതാപനും തകർന്നു പോവും. തകർക്കും ഞാൻ. ജാസ്മിൻ എവിടെയാണ് പിഴച്ചത്? ഇന്നത്തോടെ പാർവതിയുടെ ശല്യം ഒഴിവാകുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇത്തവണയും അവള് രക്ഷപ്പെട്ടു. അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എത്ര വലിയ കെണി ഒരുക്കിയാലും അതിൽ ഓരോന്നിൽ നിന്നും വളരെ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുകയാണല്ലോ. അവള് വെറും പട്ടിക്കാട്ടുകാരിയാണെന്ന് കരുതി അവളുടെ ബുദ്ധിയെ കുറച്ചു കണ്ടത് നമ്മുടെ അബദ്ധമായി പോയെന്നാ തോന്നുന്നത്. ജാസ്മിൻ വലിയ സാമർഥ്യമുള്ളവളല്ലേ, കുശാഗ്ര ബുദ്ധിയുള്ളവള്. ആ ബുദ്ധി വൈഭവം കൊണ്ടല്ലേ അവൾ അമ്പലത്തിലെ മണിയിൽ പാർവതി കൊല്ലാൻ വേണ്ടി കറണ്ട് കടത്തിവിട്ടത്. സ്വാഭാവികമായിട്ടും ആ പദ്ധതി വിജയിക്കേണ്ടതാണ്. പാർവതി ഷോക്കേറ്റ് മരിക്കേണ്ടതുമാണ്. ജാസ്മിൻ അത് ഉറപ്പായിരുന്നു. പക്ഷേ ടോർപിഡോ പോലെ ജാസ്മിൻ വെച്ച പണി ജാസ്മിന് തന്നെ കിട്ടി. അതെങ്ങനെ സംഭവിച്ചെന്ന് ജാസ്മിന് വ്യക്തമല്ല. സുശീലേച്ചി അന്തം വിട്ടിരിക്കുക. ജാസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് കിളി പറന്നു മട്ടില്ല. അമ്മേ, ആ വാമോനെ,
ഞാൻ കരുതി നിങ്ങൾ ഉറങ്ങിക്കാണൂന്ന. ഹേയ്, ഞാനും ചേച്ചിയും കൂടെ വെറുതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ ഉറങ്ങാത്തത് നന്നായി. എന്താ മോനെ, എന്താ കാര്യം? ഇപ്പൊ കിടക്കാൻ നേരത്താ. എനിക്ക് ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം. ഇത്രയും ദിവസം നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നത്തിന്റെ ഉത്തരവ്. തൽക്കാലം ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നാളെ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചി, അവനൊരു ബോംബ് പൊട്ടിച്ചിട്ടാണല്ലോ പോയത്. എന്താണ് അവൻ നാളെ ചേച്ചിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന മദേഴ്സ് ഡേ ഗിഫ്റ്റ്? അല്ല, ബ്രോയും പാർവതിയും വന്നില്ലേ? ഇല്ല, ഞങ്ങളും അവർക്ക് വേണ്ടി തന്നെയാ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ വിശേഷം? എന്തിനാ എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞത്? ഇന്ന് മദേഴ്സ് ഡേ. അതിന്റെ ആഘോഷം അവിടെ നടക്കാൻ പോകുന്നേ. എന്തൊക്കെയാ ആഘോഷം? കേക്കുമുറി വല്ലതും ഉണ്ടോ? കേക്ക് മുറിക്കൽ മാത്രമല്ല, ഗംഭീര പാർട്ടിയുണ്ട്. ഈ കുരുടന് എന്തൊക്കെയാ അറിയേണ്ടത്? അല്ല, കേക്കുമുറി ഉണ്ടോ? കേക്ക് മുറിച്ചാലേ മൂപ്പി നിന്ന് തൃപ്തിയാവത്തോളാ. ഇവിടെ പൊട്ടൻ ആട്ടം കാണും പോലെ എല്ലാവരും മിഴുങ്ങിയസയാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാ ഓരോരോ ചോദ്യങ്ങളും. അങ്കിളെ, മുത്തശ്ശൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അത്രയല്ലേ ഉള്ളൂ. ഓ ശരി, ആയിക്കോട്ടെ. കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് മുത്തശ്ശ. അതറിഞ്ഞാ മതി. ദേ, ബ്രോ എത്തി. വിശാലേ, എന്താ ഇത്? അതൊക്കെയുണ്ട്. പ്രഭാവതി അമ്മയ്ക്കുള്ള സമ്മാനം അല്ലേ ബ്രോ? എങ്കിൽ മദേഴ്സ് ഡേ ആയിട്ട് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്കും എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ വിശാൽ? ഈ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ആ അമ്മയുടെ ഓർമ്മയും നിലനിർത്തണ്ടേ? അമ്മയെ മറന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യൂ സുശീലാന്റി? അമ്മയ്ക്കുള്ള സമ്മാനവും ഉണ്ട്.
ആ സമ്മാനവുമായി പാർവതി വരുന്നുണ്ട്.